അസ്സലാമു അലൈക്കും. അപ്പോൾ റമദാൻ 9 മാഷാ അല്ലാഹ്. എണീറ്റ് കുറച്ച് ഒരു 9 മുമ്പൊക്കെ എണീറ്റ് കുറച്ച് നേരം ലേറ്റ് ആയിരിക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നോ, ഒരു ട്രെൻഡ് കിട്ടി. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നു. അപ്പോൾ കണ്ടോക്കി. ഓക്കെ, വീഡിയോ സ്റ്റാർട്ടായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിരുമട റേഷൻ കടയുടെ വീഡിയോ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അവർക്കറിയാൻ പറ്റും ആ സ്ഥലമാണത്. ഇവിടെ വരണത് നല്ല സമൂസ കൊടുക്കുന്നുണ്ട്. ഇവിടെ റമദാന് പ്രമാണിച്ച് സ്പെഷ്യൽ പൊരിക്കടികൾ. അത് ഡൗട്ടുണ്ട്, വിളിച്ചോളി. അതിരുമടക്കളൊക്കെ ബന്ധപ്പെട്ടു. നല്ല പൊരിക്കടികളാണ്. അവിടെ കഴിച്ചിട്ടുണ്ട് റമദാനെ കൊണ്ടുപോയിട്ട്. ഓക്കെ, ഇത് വരുന്നത് റേഷൻ കടൻ്റെ അടുത്ത്. റേഷൻ കട എവിടെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ റോഡുണ്ടല്ലോ, അതിനുള്ളിൽ. അപ്പോൾ ആ തൊഴിലിട്ടാണ് വീഡിയോ എടുക്കണത് എന്തായാലും. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടോക്കി. നമ്മൾ ക്ലോസ് ടൈമിൽ ഇരുന്നാണ്, ചിലർക്ക് പറ്റില്ല എന്നൊക്കെ വരും, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒക്കെ കണ്ടോക്കി എന്തായാലും. ഓക്കെ, മക്കളെ, ദുനിയാവിൽ വേണ്ടത് മനുഷ്യർക്ക് പണമാണ്. ആ പണം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇത്രയും ചൂടത്ത് നിന്നിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നത്. ഇത്രയും അല്ല, ചൂടത്ത് നിന്നിട്ട് വരെ കഷ്ടപ്പെടുന്നുണ്ട്. എത്ര ചൂടത്താണ് ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. ഇപ്പോൾ മനുഷ്യന് വേണ്ടത് പണമാണ്. പണത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ മക്കൾ, ഈ ചൂടത്ത് ഇവിടെ പണിയെടുക്കുന്നത് കണ്ടോ? ഇവരൊക്കെ സ്നാപ്പുള്ള പമ്പിലാണ്. ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കേണ്ടി വന്നതാണ്. പമ്പ് പുത്തനാണി പമ്പ് ആണ്. പുത്തനത്താണി പമ്പ്. ഒരാൾക്ക് കണ്ട് വീഡിയോസ് കണ്ടു നോക്കിയെന്നല്ലോ, പമ്പിൻ്റെ വിശേഷം കണ്ടു നോക്കി. ഓക്കെ, ഇതാണ് പുത്തനത്താണിയിലെ പമ്പ്. ഇവിടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സേഫ്റ്റി പമ്പിനെ കുറിച്ച് അറിയാത്തൊരു കണ്ടോളി. സേഫ്റ്റി ഫസ്റ്റ് വേണ്ടത് സേഫ്റ്റിയാണ്. മണൽ കാര്യങ്ങൾ, പിന്നെ വേണ്ടതൊരു പമ്പ്, പിന്നെ വേണ്ടത് അതിക്ക് വേണ്ടിയുള്ള വരാനുള്ള സെറ്റപ്പുകളൊക്കെ. അപ്പോൾ അതാണ് കാറ്റടിക്കുന്ന എയർ കമ്പസർ എന്നൊക്കെ. കാറ്റടിക്കുന്ന കമ്പസർ എന്ന് പറയും. ഇവിടേക്ക് വരികയാണെങ്കിൽ വളരെ പരസ്യമുണ്ട്, പ്രൊമോഷൻസൊക്കെ അങ്ങനെയുണ്ട്. ഇവിടെയാണ് ഏത് വണ്ടിയും പെട്രോൾ അടിക്കുന്നത്. ഏത് വണ്ടിയല്ല, പെട്രോൾ എന്നല്ല, എയർ അടിക്കുന്നത്. ഇതാണ് അതിൻ്റെ അത്. എത്ര എണ്ണ ഇവിടെ നിറഞ്ഞു, ഇതിലാണ് എണ്ണ നിറക്കുന്നത്. ഇതാണ് ഒരു ശരാശരി കണ്ട. ഇപ്പോൾ ഡീസലും പെട്രോളും വേണം. ഇവിടെ അതിൻ്റെ പ്രീമിയം, ഇവിടെ പെട്രോൾ മാത്രം. അവിടെ എയർ കമ്പസറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതാണ് പമ്പിന്. പിന്നെ പമ്പിന് ഏറ്റവും വേണ്ടത്, മെയിൻ വേണ്ടത് സേഫ്റ്റിയാണ്. ഇതാണ് ഇവിടുത്തെ പമ്പ്. ഇത് പുത്തനത്താണി പമ്പ്, പുത്തനത്താണിയിലെ പമ്പ്. പെട്രോള് വേണ്ട, എക്സിറ്റ് ഇവിടെയാണ്. അപ്പോൾ നിയമം പാലിക്കാനാണ്. എക്സിറ്റ് കൂടി എൻട്രി കയറരുത്. കണ്ടോ, അത് കയറുന്നുണ്ടോ? അത് കയറാൻ പാടില്ല. എക്സിറ്റ് തന്നെ എക്സിറ്റാണ്. അപ്പുറത്ത് കൂടി കയറാൻ വേണ്ടത്. അത് നിയമലംഘനമാണ്. ഇതിനോട് പണിയെടുക്കുന്നത്. പുത്തനത്താണി, ഇത് കോട്ടയക്കൽ റോഡ്.
അങ്ങനെ പുത്തനത്താണി പെട്രോൾ പമ്പ് പുത്തനത്താണി പെട്രോൾ പമ്പ് കാണാനാണ് കുറേ കാണാനുണ്ട്, കുറച്ചൊന്നുമല്ല. ഇത് നമ്മളെ വവ്വാലായിരിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട് വവ്വാലിൻ്റെ വീഡിയോ ചെയ്ത വവ്വാലാണിത്. ഇതാ കിണറിൻ്റെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ്, ഇവിടെ എക്സിറ്റ് എന്ന് കാണിക്കുന്നത്, ഈ എക്സിറ്റ് കാണിക്കുന്നത് ഇന്നടിക്കാൻ പാടില്ല. ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ശല്യമാണ്. മാക്സിമം ശ്രമിക്കാൻ നോക്കുക അങ്ങനെ ഇന്നടിക്കുന്നത് എക്സിറ്റ് അടിക്കുന്നു. കിണർ പടി ആ ചൂടത്തിൽ വെയിലത്ത് കഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളും ഇതാണ് ഇവിടുത്തെ മാനേജറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ പുതിയ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇലക്ട്രിഷ്യൻ സ്കൂട്ടർ, ബൈക്ക്, കാറിനൊക്കെ ചാർജ് ചെയ്യുന്ന സെറ്റപ്പാണ്. അതായത് ഉഷാറായി. ഇവിടെ RYB ആണ്, നല്ല കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് വേറൊക്കെ. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പെട്രോൾ പമ്പ് പുത്തനത്താണിയിലെ പെട്രോൾ പമ്പ് ഇവിടെ ആൾക്കാർ കമ്പനിയാണ്. ഇതൊക്കെ തന്നെ ഏതാണ് പുതിയ പെട്രോൾ അടിക്കുന്നു. അവിടെ മണ്ണ് കോരുന്നു, ഇവിടെ പെട്രോൾ അടിക്കുന്നു. ഓരോ മഴന്തകൾ നോക്കണുണ്ടല്ലോ. 5 സ്റ്റാർ ബോക്സൊക്കെ ഉണ്ട് ഇവിടെ. ഒരു പമ്പിൽ വേണ്ട 5 സ്റ്റാർ ബോക്സൊക്കെ ഇവിടെ ഉണ്ട്. ഓയിൽ, ഗ്യാസ്, വെള്ളം, കുടിവെള്ളം ഇവിടെ എഴുതി കണ്ടോ, ഇതിൽ കൈയിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഉണ്ടോ? കൈയിടാത്തിന് കാരണം എന്താ? ഇടരുതിരിക്കലും. ഇതാണ് ലേഡീസിനും ജെൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ശുചിമുറി. ഇതൊക്കെ തന്നെ ഒരു പെട്രോളിനെ കുറിച്ച് പറയാനുള്ളത്. ജനറേറ്റർ ബേസിക്കായിട്ട് പഠിക്കേണ്ടത് അതാണ്, മര്യാദകൾ പാലിക്കുക. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, മര്യാദ പാലിച്ചു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പുത്തനത്താണി പമ്പിക്ക് വരിക. എല്ലാ പമ്പിലുണ്ട്, പക്ഷേ ഈ ഇവിടെ പമ്പിനകത്ത് പ്രത്യേകത ഉണ്ട്. അത്രയും പറയാനുള്ളൂ. ഓക്കെ എന്നാൽ അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് അസീബ്, ഇന്ത്യൻ ഓയിലിൽ നിന്ന് അസീബ്. ഓക്കെ, ബൈ. അപ്പോൾ ഇവർ പറയണത് ഇവർക്ക് വീഡിയോ കുടുങ്ങിയിട്ടില്ല എന്ന് പറയണത്. ഇതാണ് നമ്മളെ കുഞ്ഞാപ്പൂ. ഇതൊക്കെ പെട്രോൾ പമ്പിലെ പണിക്കാരാണ്. അല്ല, അവരെ ടാറ്റ ഇടണണ്ട, ഒരാൾ ഉറങ്ങുന്നു. ഇവിടുത്തെ ഭായിമാരാ. ഈ സ്ഥലം വരുന്നത് പുത്തനത്താണ്. ഇന്ത്യൻ ഓയിൽ. അപ്പോൾ എല്ലാവരും പെട്രോൾ അടിക്കാൻ വരാം. നല്ല സർവീസാണ്. എനിക്കിവിടെ നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇവരെ ശമ്പളമാണ്. അതിപ്പോൾ കുറഞ്ഞ കായ്ക്ക് അവരുടെ ശമ്പളം എടുത്തുകൊണ്ട് പണിക്ക് വെച്ചത്. അത് ഭയങ്കര ഒരു നെഗറ്റീവായി പോയി. ഭായിമാരുണ്ട് ഇവിടെ, എന്താ ഭായിമാർ. എന്താ കാളിദാസേ ആരെന്തിലാകട്ടെ, നമ്മൾ തമാശക്ക് എടുക്കാമല്ലോ. അത് ചെക്കന്മാരെല്ലാം ഓണാണ്. നമ്മൾ മുതലാളിയാക്കണം. മുതലാളിയോട് ആയിരിക്കും മുതലാളി, എഴുതിയിരിക്കണം മുതലാളി. അതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ എന്നാ, പമ്പിന്ന് ഗുഡ് ബൈ. ഇതാ ഒരു വണ്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നുണ്ടോ? ഇതാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ അറിയാത്തവരോട് പറയുകയാണ്, ഇതാണ് മേലത്താണ് നിങ്ങൾ അടിക്കുന്ന എണ്ണ, അടിയത്തെ ലിറ്റർ, ഇത് അതിൻ്റെ വാല്യൂ, അത് റൈറ്റ്, ഇതെന്താ ഡെൻസിറ്റി. ഇതാണ് ഗൂഗിൾ പേ നമ്പർ. ആക്കി പൈസ വെറുതെ ഇറക്കുന്നതിൻ്റെ അയച്ചോളി. ഇത് ഉപകാരപ്പെട്ട. ഇവർക്ക് ശമ്പളം കൂട്ടണം, അതാണ് നമുക്ക് പറയാനുള്ളത്. ശമ്പളം കുറവാണ്, ശമ്പളം കൂട്ടണം. ഇവിടെ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റിയാണ് പവർ. സേഫ്റ്റിയാണ് ഒരു പമ്പിന് വേണ്ടത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പമ്പിലേക്ക് പാർട്ട് ടൈം ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ നമ്പർ വിളിച്ചോളി. ആർക്കും പണി ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോളി, ഉപകാരപ്പെടും. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഓക്കെ എന്നാ, ബൈ. നെഗറ്റീവായിട്ട് തോന്നിയത് ഇവിടെ കാണുന്ന പ്ലാസ്റ്റിക്കുകളുണ്ടല്ലോ. ഇന്ത്യയിൽ മോദിജി പ്ലാസ്റ്റിക് നിരോധിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമാണ് സാറേ. സാറുമാരെ എന്താ പറയുക, ശ്രദ്ധിക്കണം. ഈ പമ്പിൻ്റെ ബാക്കിൽ ഇപ്പോൾ എത്രയെല്ലാം മാലിന്യം കിടക്കുന്നുണ്ട്. ഇത്രയും മാലിന്യം കെട്ടിക്കിടക്കണം ഇവിടെ. അതിപ്പോൾ പ്രകൃതിക്ക് ദോഷമാണ്. ഇതാണ് ഇലക്ട്രിക്കൽ റൂം എന്ന് പറയും. പമ്പിൻ്റെ മെയിൻ ഹെഡ് ഇവിടെ തലച്ചോറിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വന്ന് ഇപ്പോൾ ഇതാണ് അത്രങ്ങാനും പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിക്കിടക്കുന്ന അറിയാം. ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സംഭവമില്ല. ഉത്തരവാദിത്തം എന്നല്ല പറയുന്നത്, ഒരു സംഭവം ക്ലീനാക്കണം. ഒരു മാസത്തിൽ ക്ലീനാക്കണം. അപ്പോൾ അത്രയും കച്ചത്തിനെക്കാട്ടി ഉണ്ടായി നമ്മുടെ കച്ചറ. ഒക്കെ ഒരു അടിപൊളിയായി ക്ലീനാക്കിയ വല്ല ഉപകാരമാണ്. നല്ല ഈ പമ്പിന് ഗുണമാണ് ആക്കുക. ഇതൊക്കെ തന്നെ പമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വരുന്നത് പുത്തനത്താണി പമ്പ്.
അപ്പോൾ ഇത് പറഞ്ഞത് കേൾക്കണ്ട, അത് ഇതിൽ ആദ്യം ക്ലീൻ ആക്കിയെന്നാണ് പറഞ്ഞത്, ചോദിച്ചപ്പോൾ പറഞ്ഞു. സോറി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിവിടെ അതിനെക്കാളും കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ മാസത്തിൽ ഇങ്ങനെ ക്ലീൻ ആക്കണം. അപ്പോൾ അത്രയും വൃത്തിയാണ്. അപ്പോൾ ലാസ്റ്റ് കച്ചറ ആയിരുന്നാലും ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് പോലും അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ വേണ്ട പമ്പിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടെ എണ്ണടിച്ച് തുടങ്ങി. ഇതാണ് പമ്പ്. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇനി വീട്ടിൽ പോട്ടെ, വെയ്യ നോമ്പ് കൊറ്റത്തൊരു വീഡിയോ ഒക്കെ എടുത്താൽ ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ എന്നാൽ പരി പോയിട്ട് കാണാം. ഓക്കെ. പമ്പിൻ്റെ സർവീസ് പറഞ്ഞത് കണ്ടാ, ഒരാൾ പെട്ടിക്കണ് വഴിയിൽ. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പോകുന്നുണ്ട് ഒരാൾ. ഇതൊക്കെ എവിടെ പമ്പിലുണ്ടാവില്ല ഇങ്ങനെ ഒന്നും. അവരെന്നെ പോയി അടിച്ചു കൊടുക്കുക. പെട്രോൾ പമ്പിൽ സഹകരണമാണ് അതൊക്കെ. ഇത് വരുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ സർവീസാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ എടുത്ത് പറയേണ്ടതാണ് അതൊക്കെ. ഒരു ചേച്ചിമാരുടെ വണ്ടി കുടുങ്ങിയിട്ട് ഇവിടെ നടന്ന് പോയി, ഈ പെരുവേലത്ത് നടന്ന് പോയിട്ട് അവർ നിറച്ചു കൊടുക്കുന്നു. അത് കൈയടിക്കണം. അപ്പോൾ കൈയടിക്കണം ഒക്കെ. അത്രയും പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇവർ സഹായം കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ പറയാനുള്ളത്. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ. ഇത് വരുന്നത് പുത്തനത്താണി ഭാഗം, പുത്തനത്താണി അതിരമ്പട പോണ റോഡ്. ഇന്ത്യൻ ഓയിൽ ഇവരെ സഹകരണം എന്ന് പറഞ്ഞാൽ അത്രയുള്ള സഹകരണം. ഓക്കെ. ഞാൻ പരി പോകേണ്ടി ഇറങ്ങിയത്, അപ്പോഴാണ് ഇത് കാഴ്ച കണ്ടത്. ഓക്കെ എന്നാൽ അപ്പോൾ ഉള്ളത് കണ്ടത്താണി റോട്ടിലാണ്. അപ്പോൾ വേണ്ട ശ്രീകൃഷ്ണ ഹോട്ടൽ, ശ്രീകൃഷ്ണ വിലാസ ഹോട്ടൽ. അപ്പോൾ ഇത് റമദാൻ തുറക്കുന്ന ഹോട്ടലാണ്. ആക്കെ ചോദിക്കേണ്ടത് റമദാൻ തുറക്കുന്ന ഹോട്ടൽ ഏതൊക്കെ വേണ്ടതെന്നുള്ളത്. ആ വർഷത്തിൽ 365 ദിവസവും തുറക്കുന്ന ഹോട്ടൽ കണ്ടോക്കി എന്തായാലും. അപ്പോൾ മക്കളെ ഞാൻ നിൽക്കുന്നത് കണ്ടത്താണി റോട്ടിലാണ്, കണ്ടത്താണി കോട്ടകര ഹോട്ടൽ. അപ്പോൾ റമദാൻ തുറക്കുന്ന രണ്ടാമത്തെ ഹോട്ടലാണ്, അപ്പോൾ മൂന്നാമത്തെ ഹോട്ടലാണ് ചെയ്യുന്നത്. അപ്പം വർഷത്തിൽ 365 ദിവസവും തുറക്കുന്ന ഹോട്ടലാണ് ഇതൊക്കെ. ശ്രീകൃഷ്ണ ഇതാണ് ഹോട്ടൽ. അപ്പോൾ കണ്ടോക്കി വീഡിയോ തന്നെ, റമദാനൊക്കെ തുറക്കുന്ന ഹോട്ടലാണ്. ഇതാണ് ഹോട്ടലിൻ്റെ പേര് വരുന്നത്. ഇതാണ് എൻട്രൻസ് തന്നെ. നല്ല പൊരിക്കടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വരുന്നത് അപ്പൂപ്പന്മാരായിട്ട് വന്ന സെറ്റപ്പാണ്. അപ്പോൾ ഈ സ്ഥലം വരുന്ന എവിടെയാണ്? കണ്ടത്താണ്. ഇവിടെ സ്പെഷ്യൽ എന്താ? ബീഫ് ഫ്രൈ. അപ്പോൾ റമദാനും തുറക്കും, അല്ലാത്തപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക. റമദാനുണ്ട്, അല്ലാത്തപ്പൊക്കെ ഉണ്ട്. ഇവിടെ പ്രൈവസി ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ. സാധനം എടുക്കാൻ വേണ്ടി വന്നാൽ മറ്റേ BNP ചെക്കാനായിട്ട് ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കണം. അപ്പോൾ വെട്ടിച്ചെറിൻ്റെ വീഡിയോസ് ഒന്നും കണ്ടു നോക്കുന്നത്. വെട്ടിച്ചെറിയിലുള്ള ഇപ്പോൾ ഇവിടെ പൊരിക്കടികളെ കുറേ ഉണ്ട്. പൊരിക്കടി അങ്ങനെയാണ് അതിൻ്റെ ആൾ. അതൊക്കെ തന്നെ പരിപാടി. ചപ്പാത്തി കമ്പനിക്ക് വന്നിട്ടും ഫേസ്ബുക്ക് കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ബുദ്ധും ഒരാൾ സാധനം മേടിക്കേണ്ടി വന്നു. ചില തന്നെ വെട്ടിച്ചറ സാധനമൊക്കെ മേടിച്ചിട്ട് പോകണമെന്നുണ്ട്. സായ് പൊരിക്കടി വാങ്ങാൻ പാടില്ല. അതൊക്കെ തന്നെ പറയാനുള്ളത്. സ്ഥലം പേരുടെ വെട്ടിച്ചെടുക്കുന്നൊക്കെ നോക്കി ഇനി പെരിയ പോവാ. വെട്ടിച്ചെന്നെ കാഴ്ച കാണിച്ചു തരാം. ഓക്കെ. കണ്ടോക്കിയാലും കുഞ്ഞാപ്പ് നിൽക്കണം. അക്കാ പൊരിക്കടിക്ക് എന്ത് തരണേ? പൊരിക്കടി പൊറോട്ട, ചപ്പാത്തി, പത്തിരി, വെള്ളപ്പം, നൂൽപുട്ട്, കുബൂസ്, കറികളുണ്ട്. ബന്ധപ്പെട്ട നമ്പറൊക്കെ ഉണ്ട്. ബന്ധപ്പെട്ടോളി. ഇത് തന്നെ വെട്ടിച്ചിറ ടൗണ്. ഇവിടെ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രിഡ്ജ് നേരെ ആ റോഡ് നേരെ കാടമ്പുഴ റോട്ട് പോകും. പോക്കെന്നാ സാധനം മേടിക്കാണ്ടി വന്നതാണ്. അത് ഫ്രൂട്ട്സുകൾ കുറേ ഉണ്ട്. അവിടെ ബത്തക്ക മതി റേറ്റ്. ബത്തക്ക 25 കുറഞ്ഞിട്ട് കേട്ടോ. നാളെ 23 പറഞ്ഞു, 25 കൂടിയത് അല്ലേ. അതൊക്കെ തന്നെ പറയാനുള്ളത്. വെട്ടിച്ചിറ ഈ കുഞ്ഞാപ്പൂൻ്റെ വന്നാണ് ഇവൻ അതിൻ്റെ ആൾ. ഇത് വരുന്നത് BNPൻ്റെ ഡ്രസ്സ് ഇതാണ്. യൂണിഫോമിലൊക്കെ ഇറങ്ങി വേണം. യൂണിഫോമിലേ ഇറങ്ങുള്ളൂ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നാ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല. ഓക്കെ. അപ്പം ഇനി അപ്പോൾ എന്താ പറയുക, പോയിട്ട് കാണാം എന്തായാലും. ഓക്കെ. തന്നെ പറയാനുള്ളത്. അപ്പോൾ വെട്ടിച്ചിറക്കത് പോകണം. പെരി പോയി കാണാനായിട്ട് പിന്നെയും വന്ന് നോക്കണ്ടേ. വേറെ കാര്യം കാണിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചെക്കനെ എന്തായി. ഓക്കെ എന്നാൽ അപ്പോൾ ഒന്നും കൂടി പോവാം. സോറി എന്നാ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. എൻ്റെ ആക്കണം വയ്യ. ചൂട് അപാര ചൂടാണ്.
എന്താ ഇപ്പം നിങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥ? ചൂട് തന്നെയാണോ? ചൂട് റമദാൻ സഹിക്കൂല, പ്രത്യേകിച്ച് അവിടെ നോമ്പ് നോറ്റാണല്ലോ റമദാൻ. എന്തൊക്കെയായാലും വീഡിയോ കാണുന്നവരുടെ സ്ഥലങ്ങളെവിടെയൊക്കെ കമൻറ്റ് ചെയ്യും. കമൻ്റ് ഒന്നുമില്ല, കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബും ഇല്ല, ഷെയർ ചെയ്യാൻ പറ്റും, ഷെയറും ഇല്ല. ഒന്നും പറയണില്ല, എന്തെങ്കിലും കാട്ടിക്കൂടിയതാണല്ലേ. ഓക്കെ എന്നാ, ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.